ട്രെയിലറിന്റെ തുടക്കത്തിൽ ഈ ശബ്ദം നിങ്ങൾ കേട്ടോ? അവന്റെ കണ്ണ് കണ്ടല്ല അറിയില്ല സാറേ, കള്ളൻ, 100% കള്ളൻ അല്ലേ നമ്മുടെ ടോവി. ഇനി ഒന്നുകൂടെ ശബ്ദം ഒന്ന് കേക്കേ. അതെ, ടൊവിനോ തോമസ് ഈ ചിത്രത്തിലുണ്ട്. ഇനി നായകനായിട്ടാണോ അതോ ക്യാമിയോ റോളാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു ചെറിയ ക്യാമിയോ റോളിന് എന്തായാലും ചിദംബരം ടൊവിനോ തോമസിനെ എന്തായാലും കാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നല്ല സ്ട്രോങ് ആയ ഒരു കഥാപാത്രം തന്നെയെന്ന് നമുക്ക് ഉറപ്പിക്കാം. മഞ്ഞുമൽ ബോയ്സ് എന്ന മഹാവിജയത്തിന് ശേഷം ചിദംബരം ഒരു കൂട്ടം പുതുമുഖങ്ങളുമായി വരുമ്പോൾ എന്തായാലും വെറുതെ വന്നതല്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് 4-5 ഭാഷകളിൽ ഒരേ ദിവസം തന്നെ ഇറക്കി വിടുന്നത്. പുതുമുഖം എന്ന് പറയുമ്പോൾ ദാ ഈ ആളെന്ന് കണ്ടു നോക്കേ. അതെ, ഗിരീഷ് ഏടിയും ഈ പടത്തിലുണ്ട്. പുതിയ പുതിയ സ്ഥലങ്ങളിൽ പുതിയ പുതിയ കഥകളുമായി ഒരമ്മയും മകനും. മേരി ലൂക്ക, ഷേർലി, അഭിജിത് കുമാർ, അങ്ങനെ പല പല പേരുകളിൽ. പക്ഷെ അതിനിടയിൽ ഇങ്ങനെയൊരു ആധാർ കാർഡ് സ്കാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? അതിനകത്ത് ആ പേരും ഇനി ഒറിജിനലാണോ അതോ അത് വ്യാജനാണോ എന്ന് അറിയില്ല. മുംബൈയിൽ രാം ഗോപാൽ വർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ചിത്രത്തിന്റെ ഒരു പ്രിവ്യൂ നടത്തിയിരുന്നെന്ന് കേട്ടിരുന്നു. ആ പ്രിവ്യൂ സമയത്ത് ഈ ചിത്രം കണ്ടിട്ട് രാം ഗോപാൽ വർമ്മയും കൂടെ ഉണ്ടായിരുന്ന ക്രൂവും ഈ ചിത്രത്തെ പറ്റിയും ഈ ചിത്രത്തിലെ നായികയുടെ അഭിനയത്തെ പറ്റിയും വാതോരാതെ ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഫർസാന പാലത്തിങ്കൽ എന്നാണ് ആ നടിയുടെ പേര്. ജോ തും മേരെ ഹോ എന്ന അനുവിൻ ജെയിൻ്റെ ഒരു ആൽബത്തിലാണ് ഇതിനു മുൻപ് ഈ നടിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫർസാനയുടെ അഭിനയത്തെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ, സിനിമയല്ല ട്രെയിലറിൽ തന്നെ ആ നടിയുടെ കാലിബർ നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. ചിത്രത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ജിത്തു മാധവനാണ്. ജിത്തു മാധവനൊക്കെ ട്രാക്ക് മാറ്റി പിടിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നാളിന് ശേഷമാണ് ബീന ആൻ്റണിയെ നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വെട്ടിക്കണ്ടിച്ച് കുഴിച്ചു മൂടുക അതാണല്ലോ ശീലം അല്ലേ? അപ്പോൾ ഈ വെട്ടിക്കണ്ടിച്ച് കുഴിച്ചു മൂടുക അതാണല്ലോ ശീലം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരു കൊലപാതകമല്ല, ഒരു ഡസൻ കൊലപാതകം, അത്രയൊന്നും ഇല്ലെങ്കിലും ഒന്നിലധികം കൊലപാതകങ്ങൾ എന്തായാലും ഈ സിനിമയിൽ ഈ ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. തന്നെ ചിത്രത്തിൽ പല സ്ഥലങ്ങളിലായി പലരുടെ കൈകളിലായി ഒരു ഡബിൾ ബാരൽ ഗണ്ണ് കാണിക്കുന്നുണ്ട്. എന്തായാലും നോക്കി വെച്ചോളൂ, പല സ്ഥലങ്ങളിലായി ഈ ഗണ്ണ് പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകളും ഈ മിസ്റ്ററി ഉള്ള ഒരു കൂട്ടം ആളുകളുമായി ചോരയും ഒരു അമ്മുമ്മയും മാനസിക വിഭ്രാന്തിയുള്ള ഒരു അമ്മയും മകനും അവരുടെ കുറേ പുതിയ കഥകളുമായി ചിദംബരം വന്നത് എന്തായാലും വെറുതെ പോവാനല്ല. ബാലൻ ദ ബോയ്.